ഹായ് ഫ്രണ്ട്സ്, ഹോം റെമഡീസ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ 7ാം കടലും കടന്ന് നമ്മളെ തേടി ആ സമ്മാനം എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് അറിയണ്ടേ? അങ്ങനെ നമുക്കും സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അൺബോക്സിംഗ് വീഡിയോയും പിന്നെ കൂടാതെ ഗീവ് അവേയും ആണ്. അപ്പോൾ നമുക്കിത് കിട്ടിയത് സാറ്റർഡേയുടെ അന്നാണ് കേട്ടോ നമുക്കിത് കയ്യിൽ കിട്ടിയത്. അപ്പോൾ അന്ന് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഈ വീഡിയോസ് പോയി ഔട്ട്ഡോർ പോയി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ എല്ലാ വീഡിയോസും വീട്ടിൽ വെച്ചല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിന്ന് പുറത്ത് വന്നാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഇത് എണ്ണപ്പനത്തോട്ടമാണ് കേട്ടോ. ഇത് ഞാൻ അവസാനം നിങ്ങൾക്ക് ഇതിന്റെ ഇതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടല്ല, നിങ്ങളിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊപ്പം തന്നെ പൊട്ടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പൊട്ടിച്ചിട്ടില്ല, നമുക്ക് ഒരുമിച്ച് തന്നെ ഇത് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ഓളെന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ. അപ്പോൾ നമുക്കിത് ഒരുമിച്ച് തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങളോടുള്ള നന്ദി ഞാൻ എത്ര പറഞ്ഞാലും തീരില്ല എന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്ക് നന്ദിയുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയതാണ് നമ്മുടെ ഈ സിൽവർ പ്ലേ ബട്ടൺ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ്. അപ്പോൾ നമുക്കിത് ഒരുമിച്ച് തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊപ്പം ഓപ്പൺ ചെയ്യുന്നതാണ് അതിൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നി. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. കണ്ടില്ലേ, ഇത് അവരുടെ ഒരു ലെറ്റർ പാഡാണ്. നമ്മുടെ ചാനലിനെ കുറിച്ചും നമ്മുടെ 100K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പാസ് ചെയ്തുകൊണ്ട് കിട്ടുന്ന സിൽവർ പ്ലേ ബട്ടന്റെ ആ ഒരു ഇതാണ്. അതിനുശേഷം പിന്നെ ഉള്ളത് ഒരു കാർഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലേ ബട്ടൺ, നമ്മുടെ ചാനലിന്റെ നെയിം എഴുതിക്കൊണ്ട് ഹോം റെമഡീസ് മലയാളം ഫോർ പാസിംഗ് 100K സബ്സ്ക്രൈബേഴ്സ് പ്രസന്റ് ടു യൂട്യൂബ്. പിന്നെ ഇതിനകത്ത് ഇതുപോലെ വേറൊരു കാർഡും കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് അവസാനം നോക്കാം. അപ്പം ഇതൊന്ന് മാറ്റി വയ്ക്കും. കണ്ടില്ലേ, ഒത്തിരി സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാണ് കേട്ടോ. കാരണം നിങ്ങൾ കാരണം കിട്ടിയ ഒന്നാണല്ലേ. ഇപ്പൊ ഇത്രയും നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയ ഒന്നാണ് നമ്മുടെ ഈ സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് എനിക്ക്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഗീവ് അവേ അനൗൺസ്മെന്റ് ചെയ്യാം. അപ്പൊ 10 പേർക്കാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ പേരായിട്ട് വായിക്കാം. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് മാളവിക മാളു ആണ്. രണ്ടാമത്തെ വ്യക്തി വന്നിട്ട് ലച്ചു നാരായണൻ, അശ്വതി സുജീഷ്, ഷാന അബ്ബാസ്, അജു നവ, ഷാജിർ AK, ഷാരോൺ പാട്രിക്, അമ്മു അമീനു, അമൃത ഉണ്ണികൃഷ്ണൻ, ഷാരി പ്രസന്ന. അപ്പൊ 10 പേർക്കാണ് നമ്മൾ ഈ പ്രാവശ്യം ഗീവ് അവേ കൊടുക്കുന്നത്. കിട്ടാത്തവരാരും വിഷമിക്കരുത്. നമുക്ക് നെക്സ്റ്റ് ഗീവ് അവേ 2 lakh സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് ചെയ്യാം. എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ അന്നും ഒരു ഗീവ് അവേ ചെയ്യുന്നതാണ്. അപ്പൊ കിട്ടാത്തവരാരും വിഷമിക്കരുത് കേട്ടോ. നമുക്ക് ഉടനെ തന്നെ ആ ഗീവ് അവേ ചെയ്യാം. 2K ആകുമ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ 150K ആവാറായി. അപ്പം പേര് വായിച്ചവരെല്ലാരും എനിക്ക് മെയിൽ ചെയ്യണം. പേര്, അഡ്രസ്സ്, പിൻ നമ്പർ, ഫോൺ നമ്പർ ഇവ ഉൾപ്പെടെ അഡ്രസ്സ് മെയിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 7 ഡേയ്സിനുള്ളിൽ തന്നെ എല്ലാവരും അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താണ്, അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ഇത് നേടിത്തന്നതിൽ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ ഒരു ഉയർച്ചയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ വളരെ വലിയൊരു സ്ഥാനം സ്വന്തമാക്കി ആ ഒരു അംഗീകാരം കിട്ടിയ നമുക്കൊരു ആ ഒരു സന്തോഷം ഉണ്ടാവില്ല. ആ ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. അപ്പോൾ അത് എനിക്ക് നേടിത്തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ള ഒത്തിരി ഒത്തിരി സന്തോഷം. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളെല്ലാവരോടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. ഇന്ന് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് DIYയോ മേക്കപ്പോ ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.
അപ്പോൾ നമ്മുടെ ചാനലിലൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ അത് കമൻറ്റ് ചെയ്യാൻ മസ്റ്റായിട്ട് മറക്കരുത്. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡിങ് ടൈമിംഗ് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്നും 2:30 നമ്മുടെ വീഡിയോ അപ്ലോഡിങ് ടൈം വന്നിട്ട്, അതായത് ഉച്ചയ്ക്ക് 2:30 മണിക്കാണ്. മാത്രമല്ല ചൊവ്വ, വ്യാഴം, ശനി ഈ ദിവസങ്ങളിലാണ് നമ്മളെ വീഡിയോ ഡേയ്സ്. മാത്രമല്ല ഇതിൽ എക്സ്ട്രാ ഒരു വീഡിയോ ഒന്നി സൺഡേ ഉണ്ടാവും, അല്ലെങ്കിൽ മൺഡേ എക്സ്ട്രാ ഒരു വീഡിയോ ആഴ്ചയിൽ എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് ടൈമിംഗ് നിങ്ങൾക്ക് എന്താണ് സ്യൂട്ടബിൾ ആണോ എന്ന് മസ്റ്റായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പം ഈ കാണുന്നത് വന്നിട്ട് ഓയിൽ ഫാമിൻ്റെ ഇതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ എണ്ണപ്പന തോട്ടം ഉണ്ടല്ലോ, അതിപ്പോൾ ഇതിനകത്തൊന്നും കായില്ല, കായയുടെ സീസൺ അല്ല കേട്ടോ. കായുള്ള ഒരു സീസൺ വരുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു വ്ളോഗ് ചെയ്യാം. ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാം. പിന്നെ ഇവിടെയൊക്കെ കുറേ എണ്ണപ്പന മരങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ തൈകൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുന്നത്. ആ തൈകൾ ചെറിയ തൈകളാണ്. അപ്പം നമുക്കിവിടെ ഉള്ള സീസൺ വരുമ്പോൾ നമുക്ക് എന്തായാലും വന്നിട്ട് ഇവിടെ ഒരു വ്ളോഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. മാത്രമല്ല വീഡിയോയിൽ മൊത്തം എന്താണ് മയിലുകൾ വിളിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇഷ്ടം പോലെ മയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ.